അസ്സലാമു അലൈക്കും. സൈനു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റെസ്റ്റോറൻറ്റിൽ നിന്നും കിട്ടുന്ന അതേ രീതിയിലുള്ള ഒരു ആവോലി കൊണ്ടുള്ള ഒരു മീൻ മപ്പാസാണ് കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതുണ്ടാക്കുന്നതിനായി മീൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പാകത്തിനുള്ള ഉപ്പ്, ഒരു ചെറുനാരങ്ങയുടെ പകുതിയുടെ നീരും കൂടി എടുത്തതിന് ശേഷം നമ്മുടെ മീൻ നല്ലതുപോലെ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് ഒരു 20 മിനിറ്റ് മാറ്റി വെക്കാം. ഈ സമയത്ത് തന്നെ ഇതിലേക്കുള്ള തേങ്ങാപ്പാലും തയ്യാറാക്കാം. 2 പാലും ഫസ്റ്റും സെക്കൻഡും ആക്കി വേണം മാറ്റി വെക്കാൻ. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഈ വെളിച്ചെണ്ണയിലേക്ക് നമ്മുടെ മീൻ ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് കറി വെക്കാനുള്ളതാണല്ലോ. വീഡിയോ കാണുന്ന സമയത്ത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഫിഷ് ഇപ്പോൾ 1/4 ഭാഗത്തോളം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും കോരി മാറ്റിയതിന് ശേഷം ഇതേ കടായിലേക്ക് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു പിടി ഇഞ്ചി നീളത്തിലരിഞ്ഞതും 1 പിടി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും പിന്നെ 4 പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഈ പച്ചമുളകിന് നല്ല എരിവുണ്ട് കേട്ടോ, അത് കാരണമാണ് ഞാൻ കുറച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നല്ലതുപോലെ ഇത് മൂത്തതിന് ശേഷം ഇതിലേക്ക് 2 സബോള കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്ത് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ നിറയെ മല്ലിപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല. ഇനി എരിവ് കുറവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് കുറച്ചും കൂടി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി പൊടികളുടെ പച്ച ചുവ മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. എന്താണ് നിങ്ങളുടെയൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ എല്ലാവർക്കും സുഖമാണ്. കുട്ടികളൊക്കെ സ്കൂൾ പോകാൻ തുടങ്ങിയല്ലോ അല്ലേ? പൊടികളൊക്കെ ഇട്ട് നല്ലതുപോലെ വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1 സ്പൂൺ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 സ്പൂൺ വിനാഗിരി ഒഴിച്ചാൽ തന്നെ നല്ല പുളി ഉണ്ടാവും, കാരണം നമ്മൾ തക്കാളി വഴറ്റിയെടുത്തിട്ടുണ്ടല്ലോ. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്, 2ാം പാൽ. ഇനി തേങ്ങാപ്പാൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് തിള വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച മീൻ നിരത്തി കൊടുക്കാം. പലതരം മീൻ കൊണ്ടും എല്ലാവരും മപ്പാസ് ഉണ്ടാക്കുന്നത് തന്നെയാണ്. എന്നാലും ഞാൻ ഉണ്ടാക്കിയപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് കരുതി. ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. 3/4 കിലോ മീനാണ് എടുത്തിട്ടുള്ളത്. മീനെല്ലാം നിരത്തി വെച്ചതിന് ശേഷം തവി കൊണ്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് 2 ഭാഗം ഒന്ന് പിടിച്ചൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഫ്രൈ ചെയ്ത മീനാണല്ലോ, ഒരുപാട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അടച്ച് വെച്ചൊരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്ത് കിട്ടിയാൽ അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച 1ാം പാലും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇനി ഈ പാലൊന്ന് തിള വരുന്നതിന് മുമ്പായി നമ്മൾ ഒരു തക്കാളിയും കൂടി കട്ട് ചെയ്ത് ഇതിൻ്റെ മുകളിലായി വെച്ച് കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഉപ്പും അതുപോലെ എരിവും നോക്കണം കേട്ടോ. കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മീനിലൊക്കെ എരിവുള്ളത് കാരണം കറി അത്യാവശ്യം എരിവുണ്ട്, അപ്പം ഞാൻ വേറെ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. കറി തിള വരുന്നുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്തിൽ നിന്നും മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് താളിക്കാനായി ഒരു പാൻ വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1 കഷ്ണം ഇഞ്ചി നീളത്തിൽ മുറിച്ചതും 2 വെളുത്തുള്ളിയും കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ 1 പിടി ചുവന്നുള്ളി കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് 1 കഷ്ണം ക്യാരറ്റും 1 കഷ്ണം ക്യാപ്സിക്കും കൂടി നീളത്തിൽ കട്ട് ചെയ്തതും 1 തണ്ട് കരിവേപ്പിലയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇങ്ങനെ ഒഴിച്ച് കൊടുത്താൽ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നും വാങ്ങുന്ന അതേ സ്റ്റൈലിലുള്ള ഒരു മീൻ മപ്പാസാണ് നമുക്ക് കിട്ടുന്നത്. നല്ലൊരു അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു കഴിക്കാൻ. അപ്പോൾ ഇനി ആരും റെസ്റ്റോറൻറ്റിൽ നിന്നും ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ കയ്യിൽ ഏത് മീനാണോ ഉള്ളത് അത് വെച്ച് നമുക്ക് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി ഒരു ടേസ്റ്റ് തന്നെ ആയിരുന്നു. അപ്പം പൂരി എന്നിവ എല്ലാത്തിനും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഞാനിവിടെ കഴിച്ചത് കമീറയുടെ കൂടെയാണ്. കമീറയുടെ വീഡിയോ ഞാൻ ഇതിൻ്റെ മുമ്പ് ഇട്ടിട്ടുണ്ട്, അതാണ് ഡീറ്റെയിൽസായി കാണിക്കാതിരുന്നത്. അപ്പോൾ ഇനി നാളെ നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.